വിനാഗിരി ചേർക്കാതെ തയ്യാറാക്കുന്ന വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്ന നാടൻ മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. അതിനായിട്ടിതാ 1 കിലോ മാങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കോട്ടൺ തുണി കൊണ്ട് തുടച്ചെടുത്ത ഈ മാങ്ങ നമുക്ക് കഷ്ണങ്ങളാക്കിയെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. മിനിമം 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാനിത് രാത്രിയാണ് മുറിച്ച് വെച്ചത്. രാവിലെ ആകുമ്പോഴേക്കും കണ്ടില്ലേ, മാങ്ങ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങൾ മാത്രം എടുത്ത് ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കണം. 1 ദിവസത്തെ വെയിൽ കൊള്ളിക്കണം. ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, ഇത് കളയണ്ട. അപ്പോൾ ഇതാ 1 ദിവസത്തെ വെയിൽ കൊള്ളിച്ചതാണിത്. ഒരുപാടങ്ങ് ഉണങ്ങി ചുങ്ങിപ്പോകരുത്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊന്ന് പൊട്ടി തുടങ്ങുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. 1 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1/2 കപ്പ് നല്ലെണ്ണയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് എണ്ണ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതെന്തിനാണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇതേ എണ്ണയിലേക്ക് ഒരു കഷ്ണം കട്ടക്കായം ചേർത്ത് മൂപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം 3/4 ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുകയാണ്. ഇതിലേക്കിനി ഒരു തുടം വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്ത് തുടച്ചെടുത്തതിന് ശേഷം അത് ചേർത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാക്കി എടുക്കണം. വെളുത്തുള്ളി ആവശ്യത്തിന് മൂത്ത് വന്നതിന് ശേഷം ഈ എണ്ണയോട് കൂടി തന്നെ നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായവും ഒക്കെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒരു ഇളം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ്. പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയാണിത്. 3 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കായവും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മാങ്ങാ കഷ്ണങ്ങളും കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഉപ്പുവെള്ളം ചേർക്കേണ്ടത്. ഇതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് 2 ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിൽ ചേർത്തിരിക്കുന്ന എണ്ണയൊക്കെ പൊങ്ങി വരും. ഇതാ കണ്ടില്ലേ. ഇനി ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. ഉപ്പ് കുറവുണ്ടായിരുന്നു, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്യാനുള്ള ഗ്ലാസ് ബോട്ടിലിലേക്കാണ് മാറ്റേണ്ടത്. നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ഗ്ലാസ് ബോട്ടിലിൽ വേണം ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന എണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം അച്ചാർ ഇതിലേക്ക് നിറച്ച് വയ്ക്കുകയാണ്. ഇതുപോലെ പ്രസ് ചെയ്ത് വേണം ഇത് നിറച്ചെടുക്കാനായിട്ട്. അപ്പോഴാണ് എണ്ണ പൊങ്ങി വരുന്നത്. അച്ചാറിൽ എപ്പോഴും എണ്ണ ഇതുപോലെ മുകളിൽ നിൽക്കണം. അങ്ങനെയാണെങ്കിലാണ് ഒരുപാട് കാലം കേടാകാതെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും തവിയും സ്പൂണും ഒക്കെ ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ലാത്തതാവാനായിട്ടും ശ്രദ്ധിക്കണം.